നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. മോനെ, ഓ ദാ മോനെ, ഓ നാഗാച്ചേ, ദാ മോനെ, ഇന്നലെ വല്ലതും നടന്നോ? ഇന്നലെ വല്ലതും നടന്നു. എന്താ ഇവന്റെ കാര്യം എന്താ? ഓ വാ. എന്താ ഗോന്തമാമ? എടമനെ എന്തായി? ഓ അത് ഒന്നും ആയില്ല ഗോന്തമാമ. മുല്ലപ്പൂവും ജ്യൂസൊക്കെ കൊണ്ടുവന്നിട്ടേ നീ ചാരുമോളെ സ്നേഹം പിടിച്ചിട്ടെന്ന് ഞാൻ വിചാരിച്ചതാ. എല്ലാം നശിപ്പിച്ചില്ലേ? പോടാ ഗോന്തമാമ, നിക്ക്. മാറോട്ട്. എന്താ? അത് എങ്ങനെ പറയണോന്ന് അറിയില്ല ഗോന്തമാമ. ഞാനല്ല, എന്റെ പ്ലാൻ എല്ലാം ചളവാക്കിയത് ആ കാക്കോത്തിയ. ചാരുമോളോ? അതെ. ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോ അവള് ദൂരേക്ക് മാറും. കൂടുതൽ അടുക്കാൻ നോക്കുമ്പോ അവൾ ഓരോന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറുവാ. കാക്കോത്തിക്ക് എന്ത് പറ്റിയെന്നറിയില്ല. അവളിപ്പോ പഴയ കാക്കോത്തിയല്ല. എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുന്നു ഗോന്തമാമ. സങ്കടപ്പെടണ്ട, ആത്മവിശ്വാസം കൈവിടരുത്. മോന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്നുണ്ടാ, ചാരുമോടെ ഭാഗത്തുനിന്ന് കൂടി ചിന്തിക്കണം. മോൻ ഇത്രയും നാളും അവളെ വഴക്ക് പറഞ്ഞും സ്നേഹം കാണിക്കാതെ നടന്നതല്ലേ. പെട്ടെന്ന് ദിവസം നിന്ന് അടുപ്പം കാണിച്ച ചാരുമോളെന്നല്ല ഒരു പെണ്ണും അത് അംഗീകരിക്കില്ല. ഗോവിന്ദ മാമ, എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? മാമൻ തന്നെയല്ലേ എന്നോട് സീറ്റ്സ് കൊണ്ടുവരാനൊക്കെ പറഞ്ഞത്. എന്നിട്ടിപ്പോ മാറ്റി പറയാ? എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഗോവിന്ദ മാമ. മോനെ, ധൃതി വെക്കല്ലേ. നിങ്ങളുടെ കല്യാണം മോനാണെങ്കിലും ചാരുമോൾക്കാണെങ്കിലും അംഗീകരിക്കാൻ പറ്റിയില്ലല്ലോ. വഴി വെച്ച് ചാരുമോളമോ എത്രയോ തവണ ചീത്ത പറഞ്ഞിട്ടുണ്ട്. അതുപോട്ടെ, അധികം വൈകാതെ തന്നെ ചാരുമോള് നിന്നോട് അടുത്തു തുടങ്ങും. അതുവരെ മോൻ ചാരുമോളുടെ പിന്നാലെ തന്നെ ഉണ്ടാവണം. മോൻ ചാരുമോളെ സ്നേഹിക്കുന്നുണ്ടെന്ന് അവൾ മനസ്സിലാക്കിപ്പിക്കണം. മോന്റെ ജീവിതത്തിൽ ചാരുമോക്കല്ലാതെ മറ്റാർക്കും സ്ഥാനമില്ലെന്ന് അവളെ വിശ്വസിപ്പിക്കണം. ചാരുമോളെ നീ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. അങ്ങനെ ഒരുമിച്ചുള്ള യാത്രകൾ ചാരുമോളെ മനസ്സ് മാറ്റും. പിന്നെ ചാരുമോളെ നീ എങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് ആലോചിച്ച് നോക്ക്. കിട്ടി, പോകേണ്ട സ്ഥലം കിട്ടി. എവിടാ മോനെ? എന്റെ ഓഫീസിലെ സൗമ്യയുടെ വീട് താമസമാണ്. സൗമ്യ എന്നെ വിളിച്ചു, കൂട്ടത്തില് കാക്കോത്തിയും വിളിച്ചു. ശരി. പക്ഷെ സൗമ്യയോട് കാക്കോത്തി വരാന്ന് വാക്ക് പറഞ്ഞു. എന്നോട് പറഞ്ഞു വരുന്നില്ല. എന്ത് ചെയ്യും ഗോവിന്ദ മാമ? എന്താ ചെയ്യാ? ഞാൻ കുറെ നിർബന്ധിച്ചതാ. വരുന്നില്ല എന്ന് ദേഷ്യപ്പെട്ട കാക്കോത്തി എന്നോട് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യും ഗോവിന്ദ മാമ? മോൻ പറഞ്ഞിട്ട് ചാരുമോൾ അനുസരിക്കുന്നില്ലെങ്കിൽ വേറെ ആര് പറഞ്ഞ അനുസരിക്കും? ആരെ കൊണ്ട് പറയിക്കും? ചാരുമോള് ആര് പറഞ്ഞ അനുസരിക്കും? പിന്നെ നീ ബാലനെ കൊണ്ട് ചാരുമോളോട് പറയണം. ബാലൻ പറഞ്ഞ ചാരുമോള് മറുത്തൊന്നും പറയില്ല. ഐഡിയ പറഞ്ഞതിന് താങ്ക്സ്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മാമാ. എനിക്കും കാക്കോത്തിക്കും ഉണ്ടാവുന്ന കുഞ്ഞിന് ഞാൻ ഗോവിന്ദ മാമന്റെ പേരിടും. അത് പെൺകുട്ടിയാണ്, നീ അതൊക്കെ ഞാൻ ഇടും.